സമയം വൈകുന്നേരം 7 മണി. ഞങ്ങൾ ഞാനൊരു പ്രിയപ്പെട്ട നമസ്കാരത്തിന്റെ അതില് വന്നതാ. അപ്പൊ ചേട്ടൻ മറ്റേത് പറഞ്ഞാലും ഞാൻ അല്ല സരിത പറഞ്ഞേ ഇവിടെ വൈകുന്നേരം ഈ കുടിൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ച കാരണം ഇവിടെ ഈ പൊട്ടക്കണറ്റില് ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ടല്ലോ. ആത്മഹത്യയില് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാരണം ഇവിടെ വന്നിട്ട് പേടി കാര്യങ്ങൾ അതാണ് നീ ഉദ്ദേശിച്ചത്? എനിക്ക് പേടിയൊന്നുമില്ല. പിന്നെന്തിനാ അത് പറഞ്ഞത്? അല്ല അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞതാ. അങ്ങനെയൊക്കെ ഉള്ള ഒരു കിണറിന്റെ അടുത്താണ് ചേട്ടൻ ഈ സാധനം കൊണ്ട് പണിതേന്ന് പറഞ്ഞതാ. എനിക്ക് പേടിയില്ല. എനിക്ക് അങ്ങനെ പ്രായത്തിലൊന്നും മനുഷ്യന്മാരെ പേടിയുള്ളൂ. ഇന്ന് വൈകുന്നേരം നമ്മള് ഭക്ഷണം ഉണ്ടാക്കണത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഇരുന്നിട്ട് ഉണ്ടാക്കണത്. ഒരു കോഴി സാധനം നമ്മൾ തട്ടി കുറച്ചു ദിവസമായിട്ടാ തട്ടിയത്. എന്നായിരുന്നു അതിന്റെ പകുതി എടുത്തിട്ട് ഞങ്ങള് കൂർക്കിട്ടിട്ട് വെച്ചു ഒരു 3-4 ദിവസം മുന്നേ. കാരണം ഒരെണ്ണം മൊത്തം ഞങ്ങളെ കൊണ്ട് തിന്ന് തീർക്കാൻ പറ്റില്ല. എന്നിട്ട് തന്നെ കഴിഞ്ഞില്ല. ഞങ്ങൾ കഴിച്ച് വൈകുന്നേരം ആയപ്പോൾ നമുക്കുള്ളത് വെച്ചിട്ട് ബാക്കിയുള്ളത് നമ്മൾ അലഞ്ചേട്ടന് കൊണ്ട് കൊടുത്തു. ചിക്കനും കൂർക്കിങ് ഇട്ടിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള കോഴിയാണ് നമ്മൾ കുമ്പളങ്ങി ഇട്ടിട്ട് വറുത്തരച്ചിട്ട് വെക്കാനൊരാഗ്രഹം. അപ്പോൾ ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കത് ഇവിടെ ചെയ്തുകൂടെ. ചപ്പാത്തി ഉണ്ടാക്കി ഇതിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. നാടൻ കോഴിയും കുമ്പളങ്ങയും വറുത്തരച്ച് വെച്ചത്, അതിൻ്റെ കൂടെ ചപ്പാത്തി. എല്ലാ സാധനങ്ങളും സെറ്റാട്ടാ. അപ്പോൾ ജഗ്ഗു കൊണ്ടുവച്ചാണ് സാധനമാണിത്. കണ്ടില്ലേ, പായും തലോണി അവരാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടാ. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇടവേളയിൽ സമയം കിട്ടിക്കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കാനായിട്ടാണ് പായും തലോണയൊക്കെ കൊണ്ടുവച്ചാണ്. അപ്പം ആദ്യം തന്നെ നാളികേരം സാധനങ്ങളൊക്കെ വറക്കണമല്ലോ. അതിനുള്ളത് സെറ്റാക്കാൻ പോവാണ്. കാറ്റ് വരണ്ട. ഹായ് കാറ്റ്. ഇനിയിപ്പോ തുടങ്ങൂട്ടാ. ഇതിങ്ങനെ നല്ലത് കത്തിക്കണ്ടേ. ഞാനൊന്നും പറയുന്നില്ല. എനിക്ക് സമാധാനായിട്ട് ഇങ്ങനെ നല്ല ഉണങ്ങിയ നല്ല ചുള്ളിക്കമ്പുകളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇങ്ങനെ വെച്ച് 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 ഇങ്ങനെ ഇരുന്ന് ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് തീ തിരിച്ച് നീക്കി കൊടുത്ത് അങ്ങനെ കത്തിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അയ്യോ ഈ അടുപ്പ് അത് ഞാനായിരുന്നു ഇത് വറക്കാൻ. അല്ല ഈ ചീഞ്ചട്ടിയിലേക്ക് ഇറങ്ങിയിരിക്കില്ലേ ചേട്ടാ. കുഴപ്പമില്ലേ. നമ്മൾ പാല് കാച്ചണ വീഡിയോയിൽ കമൻറ്റ് ഉണ്ടായിരുന്നു ഈ സാധനം പൊക്കിയിട്ട് ഇതിൽ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുക വലിച്ചു പോകുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം കത്തിച്ചപ്പോൾ പിറ്റേ ദിവസം വിറക് എന്താ പറയുക ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് കത്തിച്ചപ്പോൾ ഇതിൽ കത്തിച്ച വശം തന്നെ വലിച്ചു പോയി. പിന്നെ ഒന്നും വേണ്ടി വന്നില്ല. പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം കത്തിച്ചില്ല. പിന്നെ അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ട് കത്തിച്ചേ. അപ്പോൾ വലിക്കില്ലേ. അപ്പോൾ ഇവിടെ കത്തിച്ച് വെച്ചിട്ട് ആവുള്ളേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ കത്തിച്ചപ്പോഴാണ് വേഗം വലിച്ചു പോയത്. ചൂടായി ചീഞ്ചട്ടി, പെട്ടെന്ന് ചൂടായി. ചീഞ്ചട്ടി ഭയങ്കരമായിട്ട് ഇറങ്ങിയിരിക്കണായിരുന്നേ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. കണ്ടാ എന്ത് വരെ ചൂടായി നോക്കിയേ. ഇതിലേക്ക് 16 മിളക്, 2 ടീസ്പൂൺ മല്ലി, പിന്നെ പെരിഞ്ജീരകം, കറുവപ്പട്ട, കുറച്ച് കുരുമുളക്, പിന്നെ ഏലക്കായ, കരയാമ്പൂ, ഇത്രയും സാധനങ്ങൾ ഇട്ടു. എല്ലാം കൂട്ടിച്ചേർത്തുള്ള വറുക്കൽ. ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പിന്നെ ഇഞ്ചി എടുക്കാൻ മറന്നുപോയി. ഞാൻ ഇഞ്ചി എടുത്തിട്ട് വരാം. ചേട്ടാ അതുവരെ ഇത് ഇളക്കിക്കോ, ഞാൻ ഇഞ്ചി എടുത്തിട്ട് വരാം. ആയി തുടങ്ങി ഇല്ലേ. ഇതായിട്ടാ. കൊറേ നാളായി അമ്മി മരച്ചിട്ട്.
യെസ്. നമ്മുടെ നാളികേരം ബാക്കി മസാലകളെല്ലാം ചേർന്നത് കൂട്ട് അരയ്ക്കാൻ പോവാട്ടാ. അമ്മിയിന്മേൽ അക്ഷമരായി കാത്തു നിൽക്കുന്ന ചാർലിയും പേളിയും. അവർക്ക് ഈ ഇറച്ചിയുടെ മണം വറുത്തരച്ചതിൻ്റെ മണമൊക്കെ കേട്ടപ്പോഴേ പിന്നെ ഇവിടുന്ന് എനിക്ക് വറുത്ത നാളികേരം അരയ്ക്കാൻ എന്തൊരു ഇഷ്ടമാണെന്നറിയോ. ചെറുപ്പത്തിലേ അരയ്ക്കാനായിട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാനാണ് അരയ്ക്കാറുള്ളത്. സാമ്പാറിലേക്കും ഇസ്റ്റ് കൂട്ടാനിലേക്കും ഒക്കെ അരയ്ക്കുമ്പോഴേ നമുക്ക് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിലേ ആണ്ടിലൊരിക്കലൊക്കെ ഒരു കോഴീനെ കൊല്ല. പണ്ട് കാലത്ത് നമ്മൾ ഒരു ടൈമായപ്പോൾ നമുക്ക് കണ്ടമാനം കോഴികൾ വളർത്തിയിട്ട് അതിന് മുന്നുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ സമയത്ത് അധികം കോഴികളൊന്നും ഇല്ല. വിരുന്നുകാർ വരുമ്പോഴാണ് കോഴീനെ കൊല്ല. വിരുന്നുകാരില്ലാത്ത സമയത്ത് വൈകുന്നേരം നേരത്ത് കോഴീനെ കൊല്ലും ചിലപ്പോൾ അപൂർവം. ആ സമയത്ത് ഈ വറുത്തരച്ചിട്ടാണ് വെക്കുക. അമ്മയും അമ്മീമ ഇങ്ങനെ വറുത്തരച്ച് ഇതിൻ്റെ ഒരു അക്ഷമയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. പെട്ടെന്ന് സമയം കുറേ പിടിക്കും വിറകെടുപ്പ്. അല്ല, വേവ് കൂടുതലാണല്ലോ, ബ്രോയിലർ പോലെ അന്ന് നാടൻ കോഴിയല്ലോ. അത് ഒരു രസമാണ്. കാത്തു കെട്ടിയിരിക്കും എല്ലാവരും. ഒന്നുമില്ല, അധികമൊന്നുമില്ല, കുമ്പളഞ്ഞിട്ട് വയ്ക്കും. കുറേ ചാറ് കിട്ടും, വല്ല കുറച്ച് കഷ്ണം 2-3 കഷ്ണം കിട്ടും. മൂത്തവർക്കാണ് കൂടുതൽ കിട്ടുക. അങ്ങനെ സരിത അരച്ച് തുടങ്ങി. നല്ലൊരു വ്യായാമം സമയത്ത് ചെയ്യാൻ സുഖാട്ടാ. വെയിലൊന്നുമില്ല, ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുന്നത് ചെറുതായിട്ടൊരു മഞ്ഞുണ്ട് വൈകുന്നേരം, അപ്പൊ ഒരു തണുപ്പുണ്ട്. പിന്നെ കാറ്റ് നോക്കിയാ, ഇവിടെ നോക്കിയാ ഇന്ന് ഇവിടെ വെടുപ്പാക്കിയതാ. ആകെ കാറ്റത്ത് ഇവിടെ വലിയൊരു നടിയൊക്കെ ഉണ്ട്. അതുമെന്നുള്ള ഇലകൾ മുഴുവൻ ഈ പുല്ലിൽ നോക്കിയാൽ ഇവിടെ നിറച്ച് കിടക്കാണ്. പുല്ലിന് നനയ്ക്കണം. വൈകുന്നേരം ഇപ്പോഴത്തെ ഒരു വലിയൊരു പണിയാണ് നനയ്ക്കല്. കുറേ സമയം എടുക്കും നനച്ച് തീരാൻ. എനിക്ക് ഉള്ളി തിന്നാൻ ഏറ്റവും ഇഷ്ടം. ഉള്ളി എടുത്ത് തിന്നുമ്പോൾ അമ്മേരൊന്നും ചീത്ത കേൾക്കാറില്ല. ഇല്ലാണ്ട് പിന്നെ മൊത്തം തെറിയേക്കും. കാരണം ഉള്ളി കുറച്ചാകെ ഇട്ടിട്ടുള്ളൂ, ഉള്ളത് പറക്കി തിന്നല്ലേ. നട്ടുച്ച നേരത്തെ അരയ്ക്കുമ്പോഴൊക്കെ ബുദ്ധിമുട്ട്. വെയിൽ. എനിക്കിത് ഹെൽപ്പിംഗ് പണികളില്ലേ, അതൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് അരച്ചു കൊടുക്കുക, അടുപ്പിൻ്റെ അവിടെ നിൽക്കില്ലേ, ആ പരിപാടി എനിക്ക് അന്നും ഇഷ്ടമല്ല ഇന്നും ഇഷ്ടമല്ല. എല്ലാതും കഷ്ണങ്ങളൊക്കെ നുറുക്കി കൊടുക്കുക, അരയ്ക്കുക, പിന്നെ അടിച്ചു വാരി തുടയ്ക്കുക, മിറ്റടിച്ചു വാരുക, അലക്കൽ, അങ്ങനത്തെ പണികളൊക്കെ ഇഷ്ടമാണ്. പാത്രങ്ങൾ കഴുകുക. കുക്കിങ് മാത്രം ഇഷ്ടമില്ല. അത് ചെയ്തിട്ടില്ലേ, അത് ഇതൊക്കെ ആക്കി അങ്ങോട്ട് കൊടുക്കല ചെയ്യാറ് അമ്മയ്ക്ക്. കഴിയാറായിട്ടാ. ഇത്തിരി വേർത്തു അത്രേ ഉള്ളൂ. ക്ഷീണിക്കാന്ന് പറയാ. പൂതി അത് പണ്ട് കാലത്ത് നമുക്ക് അരയ്ക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടില്ല, ഇഷ്ടം അതൊക്കെ ചെയ്യാം. നമുക്ക് ഇഷ്ടത്തോടു കൂടി ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല. പണ്ടൊക്കെ അരയ്ക്കുമ്പോൾ അമ്മ വന്നിട്ട് ഇങ്ങനെ ഇതെടുത്ത് ഇങ്ങനെ നോക്കും, അരഞ്ഞിട്ടില്ലാന്ന് തോന്നിയാൽ വീണ്ടും അരയ്ക്കാൻ പറയും. വലിയ പാചകക്കാരൊക്കെ അങ്ങനെയാ. അല്ല, ചില കൂട്ടാനുകൾക്കൊക്കെ നന്നായി അരയ തന്നെ വേണം. കാളനിലേക്കൊക്കെ അരയ്ക്കുമ്പോൾ അന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത പണി എന്നിട്ടായിരുന്നു അറിയോ, വെള്ളം കോരൽ. അതെനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. വെള്ളം അച്ഛൻ ചിലപ്പോൾ കോരിത്തരും, അപ്പൊ ഭയങ്കര സന്തോഷമാണ്. കിണറെന്ന് പറഞ്ഞ പാതാളം തൻ്റെ അറ്റം വരെയുണ്ട്. ഇതാഴ്ച അത്ര ഇതാഴ്ച അതിങ്ങനെയൊക്കെ കോരിയെടുക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. കൈയൊക്കെ നല്ല വേദന എടുക്കും. തയമ്പുണ്ടല്ലോ, തയമ്പൊക്കെ ഇങ്ങനെ ചുമന്ന് വേദന എടുക്കും. നമ്മളൊക്കെ അന്ന് ചെറുതല്ലേ. കഴിഞ്ഞില്ലേ? രണ്ട് കളറ്. അത് മിളക് അരച്ച ഭാഗ.
മുളകിൻ്റെ കുരു കരയാനായിട്ടാണ് ഇത്തിരി ഒരു പണി. വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. കാലങ്ങൾ പുരോഗമിച്ചാലും ഈ വിറകടുപ്പിൽ കത്തിക്കുക, അമ്മി മരച്ചിട്ട് ഇങ്ങനെ വെക്കുക, ഇതുപോലത്തെ കുടില്, അതൊക്കെ. വെള്ളം പോണ്, മമ്മി കഴുകണ വെള്ളം. അത് കുഴപ്പമൊന്നുമില്ല. നാളികേരം വറക്കണയിൽ ഇഞ്ചി ഇടേണ്ടതായിരുന്നു. ഇഞ്ചി എടുക്കാൻ മറന്ന കാരണം കൊണ്ട് ഇഞ്ചി ഇപ്പോൾ ചതച്ചിട്ട് നമുക്കിതിലിടാം. ചിക്കൻ നമ്മുടെ ചട്ടിയിലാക്കി. നാടൻ കോഴി വയ്ക്കുമ്പോൾ ഉണ്ടാവും ഈ സാധനം, മുട്ട. ഞാൻ ആദ്യം വിചാരിക്കാറുണ്ട് ഈ ചാത്തൻ കോഴിക്ക് എന്തെങ്ങനെ ഇങ്ങനത്തെ മുട്ട വന്നു. മാറ്റാം. തീയണം. ഇതിലേക്ക് നമ്മുടെ അരപ്പ് ഇടുന്നു, ഇഞ്ചി ചതച്ചത് ഇടുന്നു, പച്ചമുളക്, പിന്നെ വേപ്പിൻ്റെ ഇല, പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടട്ടെ. ഇട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടോ. മഞ്ഞൾ മുന്നാണെങ്കിൽ മഞ്ഞൾ ഒരു കുഞ്ഞു കഷ്ണം അരക്കുകയും ചെയ്യുക അല്ലേ? മതി. അയ്യോ മതി. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാൻ പോവാട്ടാ. തിരിക്കട്ടെ. തീയതിച്ചോ? നീ മിക്സ് ആക്ക്. ഇപ്പൊ തന്നെ വരുന്ന മണം കണ്ട അല്ലേ? വറുത്തരച്ച മണം. അടിപൊളി കൂട്ടായി. വെള്ളം ഇത് സാധാരണ നാടൻ കോഴിയൊക്കെ വേവാനായിട്ട് ഇത്തിരി ടൈം എടുക്കുമല്ലോ, അത്രയ്ക്ക് സമയം വേണ്ട കേട്ടാ. ഇത് വേഗം വേവും. കാരണം ഇതൊരു 4.5 മാസമൊക്കെയല്ലേ പറ്റുള്ളൂ, പ്രായമായിട്ടുള്ളൂ. അത് കാരണം കൊണ്ട് വേഗമാവും. ആവും. ആ ഇറച്ചിക്ക് ഇങ്ങനെ മുറുക്കം കൂടും. തീയേ നമ്മള് സരിത മിളകരക്കുണ്ടായിരുന്നില്ലേ, ആ സമയത്ത് കെട്ടു. കനലുണ്ട്, പക്ഷെ നേരം പോരാ. കത്തിക്കാറായ കത്തിക്ക് വെച്ചു. ഇത് വേവണം. സമയമൊന്നും വേണ്ട. പൂച്ച കരയണ സൗണ്ട് കേൾക്കണ്ടല്ലോ. പൂച്ച മൂടി വെക്കണം. ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യണ പണികളുണ്ട് കേട്ടോ. നാളികേരം ചെരുകി തരല്, എന്നിട്ട് പറയാ നാളികേരം പൊതിച്ച് ചെരുകി തരും. പിന്നെ മീൻ നന്നാക്കി മീൻ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി തരും. ഈ 2 പണികൾ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യണതാണ്. ഈ 2 പണികൾ ഞാൻ അപൂർവമായിട്ടാണ് ചെയ്തിട്ടുള്ളൂ. ചേട്ടൻ ഇവിടെ ഇല്ലാത്ത സമയങ്ങളിൽ ചെയ്യേണ്ടി വന്നെങ്കിൽ മാത്രം. അത്രയ്ക്കും എനിക്ക് ഇഷ്ടമില്ല അത് ചെയ്യാനായിട്ട്. അത് പക്ഷേ ചേട്ടനാണെങ്കിൽ അത് ഇഷ്ടമാണ് ചെയ്തു തരാൻ. അതേപോലെ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്യണ കാര്യമാണ് തീ കത്തിക്കൽ. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കത്തിക്കാൻ. മറ്റേത് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമില്ല ചെയ്യാൻ. അപ്പോൾ ചേട്ടൻ ചെയ്തു തരണോണ്ട് എനിക്കത് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ ഇത് എന്ന് പറയണത് എനിക്കിഷ്ടമാണ് തീ കത്തിക്കാനായിട്ട്. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ പിന്നാലെ വരും.
പിന്നാലെ വന്നിട്ട് ഇങ്ങനെ ഓരോ കുറ്റം പറഞ്ഞ് ഇങ്ങനെ പിറുപിറുപിറുന്നനെ ചെവിയില് അതങ്ങനെ ചെയ്യും, ഇതിങ്ങനെ ചെയ്യും. അത് വെച്ച് ശരിയായിട്ടില്ല, ഈ ഓലക്കൂടി വെച്ച് ശരിയായില്ല, ചകിരി വെച്ച് ശരിയായില്ല, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ ഓലക്കൂടി വെച്ചിട്ട് ഞാൻ എന്റേതായ രീതിയിൽ അതിങ്ങനെ കത്തിച്ച് വരും. പക്ഷെ ചേട്ടൻ ഇത് ഇങ്ങനെ ചെവിയിൽ മുട്ട പോയി. അപ്പൊ ഞാൻ എന്തൊരു ചെയ്യാന്നറിയോ, അപ്പൊ ഞാൻ ചേട്ടൻ തന്നെ കത്തിച്ചോണ്ട് ഞാൻ അവിടെ പോകും. അങ്ങനെയല്ല, നമ്മളാണ് തീ കത്തിക്കുന്നത്, നമുക്ക് അപ്പൊ കൂടുതൽ പരിചയം ഉണ്ടാവില്ല. അപ്പൊ പരിചയം ഇല്ലാത്തവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണത്, പറഞ്ഞു കൊടുത്താൽ അത് സ്വീകരിക്കും. ഇപ്പൊ നീക്കിപ്പോ എനിക്കറിയാത്തൊരു കാര്യം ഞാൻ ചെയ്യുമ്പോ നിനക്കറിയുന്ന കാര്യമായിരിക്കും. അപ്പോൾ സരിത അത് പറഞ്ഞു തരും, ഇന്നമാരി എന്ന് പറഞ്ഞു തരില്ലേ. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോൾ സ്വീകരിക്കല്ലേ ചെയ്യേണ്ടത്, അപ്പൊ അതിനെ വിമർശിക്കല്ലേ ചെയ്യേണ്ടത്. അതാണ് എല്ലാ കാര്യത്തിലും സംഭവിക്കുന്നത്. എനിക്ക് തീ കത്തിക്കാൻ ഒരു കുഴപ്പമില്ല. ചേട്ടൻ അടുത്തില്ലാത്ത സമയത്ത് ഞാൻ തീ കത്തിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് കത്തിക്കും. ചേട്ടന്റെ രീതി വേറെയാ, ചകിരിയൊക്കെ അടിയിൽ ഇങ്ങനെ മലർത്തി വെച്ച് അങ്ങനെയൊക്കെയാണ് ചേട്ടൻ കത്തിക്കുക. പക്ഷെ എനിക്കത് അങ്ങനെ കത്തിക്കാൻ എനിക്ക് താല്പര്യമില്ല. നല്ല പോലെ തീ കത്തുന്നുണ്ട്, ഇളക്കിക്കോ നീ വേണമെങ്കോ ഇടയ്ക്കിളക്കണം. നല്ല മണം. പണ്ടത്തെ ഓർമ്മ വരുന്നു, പണ്ട് കാലങ്ങളിൽ നേരങ്ങളിൽ ഉള്ള ഒരു ഓർമ്മ. കുമ്പളങ്ങ നന്നാക്കണ്ടേ? നന്നാക്കാം, സമയമുണ്ടല്ലോ. അത് മുക്കാവേവാകുമ്പോൾ കുമ്പളങ്ങ ഇട്ട് കൊടുത്താൽ പോരാ. അപ്പം നമ്മൾ എന്തിനാ പറഞ്ഞോടനെ അടുപ്പ് കത്തിക്കല്. അന്ന് പാല് കാച്ചണം, അന്നേ തീ കത്തിച്ചിട്ട് അടുപ്പ് ആദ്യമായിട്ട് കത്തിച്ചത് ഞാനല്ലേ. കടലാസ് ഇങ്ങനെ കത്തിച്ച് ദൈവത്തിനൊക്കെ വിചാരിച്ച് ഇങ്ങനെ കത്തിച്ച്, അപ്പം പുക തുടക്കം വലിച്ചു പോണില്ല. അത് അങ്ങനെ തന്നെയല്ലേ, ആദ്യമായിട്ട് കത്തിക്കുമ്പോൾ എങ്ങനെയായാലും പെട്ടെന്ന് കത്തിച്ച വശം തന്നെ വലിച്ചു പോവില്ലല്ലോ. അപ്പോൾ ചേട്ടൻ പറയണേ, നീ കത്തിച്ച കാരണം കൊണ്ടാ അത് വലിച്ചു പോവാഞ്ഞ്, ഞാനാണ് കത്തിച്ചെങ്കിൽ അത് പോയേനെ. അതിന് ശേഷമാണ് അപ്പം ഞാൻ എന്നാൽ ശരി ചേട്ടൻ കത്തിച്ച്, ഇനി ഐശ്വര്യമില്ലാത്ത ഞാൻ കത്തിച്ചിട്ട് അടുത്തിരുന്നിട്ട് ഇനി കുഴപ്പം വേണ്ട ഞാൻ പോയത്. ആ വീഡിയോയിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, ഞാൻ അധികം കത്തിക്കാനൊന്നും അടുത്തേക്ക് വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോയിട്ട് ആ സാധനം തുറന്ന് അടുപ്പ് കത്തിച്ചത് സരി തന്നെയാണ്, തീ കത്തിച്ചത് സരി തന്നെയാണ്. ഞാൻ പിന്നെ കത്തി കൂടുതൽ പിടിക്കുന്ന എൻ്റെ ഐഡിയ ഞാൻ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ അറിവുള്ളവര് പറയുന്നത് കേൾക്കണ്ട. തീർച്ചയായിട്ടും. മറ്റേ നമ്മുടെ ഈ ഇവിടേക്ക് പോയില്ലേ, കുളപ്പുള്ളിയിലേക്ക് അജിത് കുമാർ ചേട്ടൻ്റെ കൃഷിയുടെ അവിടേക്ക് ഞാൻ വല്ലതും പറയാൻ വന്ന. കാരണം അത് ചേട്ടൻ്റെ മേഖലയാണ് കൃഷി, ചേട്ടൻ സൂപ്പറായിട്ട് അവതരിപ്പിച്ചോളും. പിന്നെ ഞാനിതിനെ അതിൻ്റെ ഇടയിലേക്ക് സംസാരിക്കാൻ പോണേ. അതിൽ അടുപ്പ് കത്തിക്കല് നിനക്ക് ഇവിടെ പരിചയമില്ലല്ലോ. അടുപ്പ് കത്തിച്ചിട്ട് എനിക്കിഷ്ടം കത്തിക്കാൻ. എനിക്ക് അതിനുശേഷം പിറ്റേ ദിവസം ചോറ് വെച്ചു, മീൻ കൂട്ടാൻ വെച്ചു. ചേട്ടൻ ആ പറമ്പിലായിരുന്നു. ഭാഗ്യം ചേട്ടൻ ഇങ്ങോട്ട് വന്നേ ഇല്ല. ഞാൻ എന്തൊരു സുഖമായിട്ട് ഇവിടെ ഇരുന്ന് കത്തിക്കലും കൂട്ടാൻ വയ്ക്കലും എല്ലാം ചെയ്തെന്നറിയോ. നല്ല രസമായിരുന്നു എല്ലാ പണികളും. ചില പണികൾ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളില്ലേ, അത് നമുക്ക് വേറെ ഇങ്ങനെ ചേട്ടാ അടുത്തേക്ക് വരാണ്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അത് നമ്മുടെ സന്തോഷത്തിന് സമാധാനമായിട്ട് നമുക്ക് ചെയ്യാമല്ലോ. ഇതിങ്ങനെ പിന്നാലെ എന്നിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തുടങ്ങും, ഇതെന്ത് ഈ വിറക് വെച്ച് ഇതിങ്ങനെയല്ല വയ്ക്കണ്ടേ, ഇതങ്ങനെ വയ്ക്കണം, അതിങ്ങനെ വയ്ക്കണം, അങ്ങനെ വയ്ക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല തളയാണ്. ഇതിലേക്കുള്ള കുമ്പളങ്ങ നോക്കാം, എന്തോരം എടുക്കണം? പകുതി വേണ്ട, നോക്കിയിട്ട് ഇത്ര മതി അല്ലേ? കുമ്പളങ്ങ കഴുകി സൈഡിൽ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. ഇരിക്കട്ടെ. നമ്മുടെ ഇറച്ചി വെന്ത പോലെയിട്ടാ. അപ്പോൾ നമുക്ക് കുമ്പളങ്ങ കഴുകിയിടാം. ഉപ്പൊക്കെ നോക്കി ചേട്ടൻ? ഉപ്പ് ഇത്തിരി ഉണ്ട് വരും. ഉപ്പുണ്ട്. എരിവോ? എരിവൊക്കെ ഉണ്ട്. സാധാരണ നാടൻ കോഴി വേവാനുള്ളൊരു സമയം വേണ്ടാട്ടതിന്. കറക്റ്റ് പോയിട്ടുള്ളത് എന്തോരായി? 6 മാസമായിട്ടുള്ളൂ. 6 മാസമായോ? 5-6 മാസമാണ്. കുമ്പളങ്ങ ഇട്ട് ആവണ സമയം
അതുകൊണ്ട് സരിത ഇവിടെ പുല്ലിന് നനയ്ക്കേട്ടാ. വൈകുന്നേരമാണ് പുല്ലിന് നനയ്ക്കാറ്. ഇലകൾ കൊഴിഞ്ഞെടുക്കണം നോക്കിയേ കാറ്റിട്ട്. ആ പറമ്പിലത്തെ ആ ഉഴുന്നുണ്ടീരിയാണ്. വെള്ളമില്ലാത്ത സ്ഥലത്തെ ആൾക്കാർക്കൊക്കെ ഇത് കാണുമ്പോൾ വിഷമം തോന്നും അല്ലേ? ഭൂമി നനപ്പിക്കല്ലേ? അല്ല, പല സ്ഥലങ്ങളിലെ ബാംഗ്ലൂരും ചെന്നൈയിലും അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ, ബോംബെയിലും വെള്ളമില്ലാണ്ട് ആളുകൾ. നമ്മൾ കുമ്പളങ്ങ ഇപ്പോൾ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കുമ്പളങ്ങ ശരിക്ക് ഇതായിട്ടുണ്ട്. സരിത അവിടെ നനയ്ക്കുക കണ്ട, കുമ്പളങ്ങ എനിക്ക് സെറ്റായി. സരിത വരുന്ന നോക്കിയിരിക്കുന്ന ചാർലിയും പേടിയും രണ്ടുപേരല്ലെങ്കിൽ അഴിച്ചു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ പരിസരത്തൊന്നും കാണാത്ത ആൾക്കാരാ. അതന്നെ. രണ്ടുപേരും ചോറുണ്ടല്ലേ, ചോറ് ഇവർക്ക് കൊടുക്കലൊക്കെ കഴിഞ്ഞൂട്ടാ. പോയിട്ടില്ല ഇവിടെ നിന്ന്. ഇറക്കാൻ പോവാട്ടാ. ഇറക്കി കൂടെ കിടക്ക. എന്താ കിടന്നുറങ്ങിയ? അയ്യോ, കിട്ടിയത് മുഴുവൻ കുമ്പളങ്ങയാണോ? അതേമേ ഇഷ്ടംപോലെ ചാറുണ്ട്. കുമ്പളങ്ങയുടെ ചാറ് ഇറങ്ങും. നടാ ജഗു കുറച്ചായിരുന്നു മയങ്ങി. ചാറൊഴിക്കി. കഷ്ണം വേണ്ടേ? കഷ്ണം അധികം വേണ്ട, മതി. ജാതി രസം ചാറ് രസം അല്ലേ? ചപ്പാത്തിക്ക് സരിത ഡ്രസ്സിന്റെ കളറ്. ചേട്ടൻ്റെ ഡ്രസ്സിന്റെ കളർ തന്നെയാ. ജയിക്കുവിന്റെ പിന്നിലെ പേടി 2 കണ്ണുകൾ കടാ. തരാട്ടാ. ആ 2 കണ്ണുകൾ നോക്കിയുള്ള ഷേപ്പ്. ഞങ്ങൾ ചെയ്യണം ചേട്ടനെടുക്കാൻ, ചേട്ടൻ കഴിക്കാൻ. ഞാൻ കഴിക്കാം. കഴിച്ചോ? അവിടെ നിന്ന് നോക്കും, ഇവിടെ നിന്ന് നോക്കും. നടി എല്ലി. ജഗു അവിടെ നേരിട്ട് പോയിട്ട് ഒരു ക്ലിപ്പ് എടുക്കുന്ന കേട്ടാ. ഇത് മുട്ടണ്ട. നല്ല രസമാണ്. പക്ഷെ നമ്മുടെ ഈ കോഴി മൂത്ത് മുരടിച്ച് നെയ്യൊക്കെ മുട്ടിയിട്ടുള്ളല്ലേ, അതിന്റെ അടുത്ത് ഇതൊന്നുമല്ല അല്ലേ? ഇതാണ് രസം. ഞാനിന്ന് ഉള്ളി കാച്ചായിരുന്നു അല്ലേ? പിന്നെ വെളിച്ചെണ്ണ വളരെ കുറച്ചാ നാളേരം വറക്കാനായിട്ട് ഒഴിച്ച വെളിച്ചെണ്ണ ഉള്ളൂ. നല്ല അടിപൊളി.